Good morning. Today going to talk about record management. ഹോസ്പിറ്റൽ റെക്കോർഡ്സ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിലെ സെക്കൻഡ് യൂണിറ്റാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. റെക്കോർഡ് മാനേജ്മെൻറ്റ്. റെക്കോർഡ് മാനേജ്മെൻറ്റ് ഈസ് ദ പ്രാക്ടീസ് ഓഫ് മെയിൻറ്റെയിനിങ് ദ റെക്കോർഡ് ഓഫ് ഓർഗനൈസേഷൻ ഫ്രം ടൈം they are created up to their eventual disposal. This may include classifying, storing, securing and destruction of records. റെക്കോർഡ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രാക്ടീസാണ്. മെയിൻറ്റെയിനിങ് റെക്കോർഡ്സ് ഓഫ് ഓർഗനൈസേഷൻ. നമ്മുടെ ഓർഗനൈസേഷനിലെ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഫോളോ ചെയ്യുന്ന ഒരു പ്രാക്ടീസാണ് റെക്കോർഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ ടൈം ടു ടൈം ക്രിയേറ്റഡ് അപ് ടു ദെയർ ഇവൻച്വൽ ഡിസ്പോസൽ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് സൂക്ഷിച്ച് വെച്ച് പിന്നെ അത് ഡിസ്പോസ് ചെയ്യുന്നു. അപ്പോൾ അതുവരെ ക്ലാസിഫൈ ചെയ്ത് വെക്കുക, സ്റ്റോർ ചെയ്ത് വെക്കുക, സെക്യൂർ ചെയ്ത് വെക്കുക, അങ്ങനെയുള്ള സ്റ്റെപ്പുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്തതാണ് ഈ റെക്കോർഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. റെക്കോർഡ് ക്യാൻ ബി ഐദർ ടാഞ്ചിബിൾ ഒബ്ജക്റ്റ് ഓർ ഡിജിറ്റൽ ഇൻഫർമേഷൻ. നമുക്കറിയാം ഇപ്പോൾ നമ്മൾ ടാഞ്ചിബിൾ ഒബ്ജക്റ്റായിട്ടും കീപ്പ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഡിജിറ്റലായിട്ടും കീപ്പ് ചെയ്യുന്നുണ്ട്. ചിലതൊക്കെ ടാഞ്ചിബിളായിട്ട് തന്നെ നമുക്ക് കീപ്പ് ചെയ്യേണ്ടി വരും, ചിലതൊക്കെ റെക്കോർഡ്സ് ആയിട്ട് ഡിജിറ്റൽ ഫോർമാറ്റിൽ നമുക്ക് കീപ്പ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. മീനിങ് ഓഫ് റെക്കോർഡ് മാനേജ്മെൻറ്റ്. എന്താണ് ഇനി റെക്കോർഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്? മെഡിക്കൽ റെക്കോർഡ് മാനേജ്മെൻറ്റ് ഈസ് എ പാർട്ട് ഓഫ് റെക്കോർഡ് മാനേജ്മെൻറ്റ് ദാറ്റ് റിലേറ്റ് ടു ഓപ്പറേഷൻ ഓഫ് ഹെൽത്ത് കെയർ പ്രാക്ടീസ്. ഹെൽത്ത് കെയർ പ്രാക്ടീസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കീപ്പ് ചെയ്ത് വെക്കുന്നതാണ്. ഇറ്റ് ഈസ് എ ഫീൽഡ് ഓഫ് മാനേജ്മെൻറ്റ് ദാറ്റ് ഈസ് റെസ്പോൺസിബിൾ ഓർ റെക്കോർഡ്സ്. അതായത് ഇതിൽ എല്ലാ റെക്കോർഡ്സും ഇൻക്ലൂഡഡ് ആണ് ത്രൂ ഔട്ട് ദെയർ ലൈഫ് സൈക്കിൾ. ആ ലൈഫ് സൈക്കിളിലെ പീരീഡ് വരയ്ക്ക്, അതായത് ആ പീരീഡ് ക്രിയേറ്റ് ചെയ്യുക, റെസീറ്റ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്ന, ഡിസ്പോസ് ചെയ്യുന്നവരേക്ക് അത് കീപ്പ് ചെയ്ത് വയ്ക്കുന്ന എല്ലാ പ്രാക്ടീസസും അല്ലെങ്കിൽ എല്ലാ ആക്ടിവിറ്റീസും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് റെക്കോർഡ് മാനേജ്മെൻറ്റ്. അതായത് പ്ലാനിങ്, അതുപോലെ തന്നെ കളക്ഷൻ ആൻഡ് ക്രിയേഷൻ, ഓർഗനൈസേഷൻ, ഡിസെമിനേഷൻ, മെയിൻ്റനൻസ്, ഡിസ്പോസിഷൻ, ഇവാലുവേഷൻ, അങ്ങനെയുള്ള എല്ലാ സ്റ്റെപ്പുകളും ഇൻക്ലൂഡഡ് ആണ് റെക്കോർഡ് ലൈഫ് സൈക്കിൾ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. റെക്കോർഡിംഗ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് പ്ലാനിങ് മുതൽ കളക്ഷൻ, ഓർഗനൈസേഷൻ, ഡിസെമിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഫർമേഷൻ കൊടുക്കുന്നതാണ്, മെയിൻ്റനൻസ്, അതുപോലെ തന്നെ ഡിസ്പോസിഷൻ ആൻഡ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഇത്രയാണ് മെയിനായിട്ട് അതിൽ വരുന്ന പ്രോസസ്സ് വരുന്നത്. ഇനി ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഹെൽത്ത് റെക്കോർഡ്സ് ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് എന്നുള്ള രീതിയിലാണ് മെഡിക്കൽ റെക്കോർഡ്സ് ഡിജിറ്റൽ ഫോർമാറ്റിൽ നമ്മൾ കീപ്പ് ചെയ്ത് വയ്ക്കുന്നത്. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് മെഡിക്കൽ റെക്കോർഡ് മാനേജ്മെൻറ്റ്. മെഡിക്കൽ റെക്കോർഡ് മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഇത്രമാത്രം ഇമ്പോർട്ടൻസോടുകൂടി ഇത് കീപ്പ് ചെയ്ത് വെക്കുന്നത് എന്തിനാണ് എന്നുള്ളതാണ്. As the requirement for medical record change, the importance for medical practices, hospitals, skilled nursing facilities and long-term care to have medical record management system. അതായത് ഇവിടെ പറയുന്നത് നമുക്ക് ഈ മെഡിക്കൽ റെക്കോർഡ്സിൻ്റെ ആവശ്യകത ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് അത് സംടൈംസ് ഒരു സമയത്ത് ആവശ്യം വരുന്ന രീതിയിലായിരിക്കില്ല വേറൊരു സമയത്ത് മെഡിക്കൽ റെക്കോർഡ്സിൻ്റെ ആവശ്യം വരുന്നത്. അതായത് കാലങ്ങൾ മാറുമ്പോൾ അതിനനുസരിച്ചുള്ള ചേഞ്ചസ് വരികയാണ് ആവശ്യകതയിൽ. അതായത് കേസുകൾ ഫയൽ ചെയ്യാനായിട്ട്, നമ്മൾ ഹോസ്പിറ്റലിൽ പ്രൂവ് ചെയ്യാനായിട്ട്, നമ്മൾ ഇന്ന ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് പ്രൂവ് ചെയ്യണം, ഇത്രയേ നമ്മൾ ചെയ്തിട്ടുള്ളൂ എന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യണം, അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി, അതായത് ഓരോ സമയത്തും വരുന്ന ആവശ്യങ്ങൾ വ്യത്യാസമാണ്, അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റിക്വയർമെൻറ്റ്സ് അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ല സ്കിൽഡ് ആയിട്ടുള്ള, അതിൻ്റെ റെക്കോർഡ് ചെയ്ത് വെക്കാനായിട്ടുള്ള നല്ല നേഴ്സിംഗ് ഫെസിലിറ്റീസ് വേണം, ലോങ് ടേം കെയർ ഫെസിലിറ്റീസ് വേണം. അത് മാനേജ് ചെയ്യുന്നതിന് മുന്നേ അത് പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്ത് വയ്ക്കാനായിട്ടുള്ള പ്രാക്ടീസസ് നമ്മൾ ഫോളോ ചെയ്യണം. അത് കഴിഞ്ഞ് പിന്നീട് എന്ത് ചെയ്യണം? ഓട്ടോമാറ്റിക്കായിട്ട് ഡാറ്റകൾ അതിൽ എൻ്റർ ചെയ്യണം, ക്യാപ്ചർ ചെയ്യണം, സ്റ്റോർ ചെയ്യണം, ഡിസെമിനേറ്റ് ചെയ്യണം. അതായത് ഒരാളുടെ റെക്കോർഡ് ഫയൽ ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഫയലിലേക്ക് വരുന്ന എല്ലാ ഡീറ്റെയിൽസും കൃത്യമായിട്ട് ആ ഫയലിലേക്ക് തന്നെ കയറണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ കോഡുകളും ബാർകോഡുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇതിൽ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എല്ലാതും ഇതുപോലെ ടൈപ്പ് ചെയ്ത് കയറ്റുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ടാസ്ക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അയാളുടെ ഫയലിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പോകും. അപ്പോൾ അതിനുള്ള സെറ്റിൽമെൻറ്റ്സുകൾ നമ്മൾ ആദ്യം ചെയ്തു വയ്ക്കണം. അതാണ് ഈ റെക്കോർഡ് മാനേജ്മെൻറ്റിൽ വരുന്നത്. റെക്കോർഡ് മാനേജ്മെൻറ്റ് സിസ്റ്റം ക്യാൻ ഓൾസോ ഇറ്റ് ഈസി ടു ട്രാൻസ്ഫർ റിലീസ് ഇൻഫർമേഷൻ ബിറ്റ്വീൻ ഓഫീസ് ആൻഡ് ബോത്ത് പേഷ്യൻസ് ആൻഡ് ഫിസിഷ്യൻസ്. നമുക്ക് പേഷ്യൻസിന് കൊടുക്കേണ്ടി വരും, അതുപോലെ തന്നെ ഫിസിഷ്യൻസിന് കൊടുക്കേണ്ടി വരും. അപ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ള ഡാറ്റ കിട്ടാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഇൻഫർമേഷൻ വിത്തൗട്ട് ഡ്യൂപ്ലിക്കേറ്റിംഗ് എഫേർട്സ്, ഇരട്ടിപ്പണിയൊന്നും ഇല്ലാതെ കൃത്യമായിട്ടുള്ള ഡാറ്റ തന്നെ നമുക്ക് കിട്ടണം. വിസിബിലിറ്റി ഓഫ് ഇൻക്രീസ് പേഷ്യൻറ്റ് സേഫ്റ്റി. ഇത് നമുക്ക് എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യണോ? പേഷ്യൻറ്റ് സേഫ്റ്റിക്ക് ഹെൽപ്പ് ചെയ്യണോ, മിസ്റ്റേക്സുകൾ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യണം, കോൺഫിഡൻസ് കൂട്ടാൻ, നമ്മൾ എന്ത് ട്രീറ്റ്മെൻറ്റ് ആണ് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ധാരണയിലെത്താനൊക്കെ ആയിട്ട് മെഡിക്കൽ റെക്കോർഡ്സ് നമുക്ക് ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ കൃത്യമായിട്ട് അപ് ടു ഡേറ്റ് ആയിട്ടുള്ള റെക്കോർഡ്സ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം.
അത് നമുക്ക് ആവശ്യമുള്ള നേരത്തെ അപ്പം തന്നെ ഡിസമിനേറ്റ് ചെയ്ത്, അതായത് നമുക്ക് ഡിസമിനേറ്റ് ചെയ്യാനായിട്ട് അത് നമുക്ക് കിട്ടാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവണം. അങ്ങനെ നമ്മൾ റെക്കോർഡ് മാനേജ് ചെയ്യുന്നതിനെയാണ് ഈ റെക്കോർഡ് മാനേജ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെ പ്രോപ്പറായിട്ട് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ള മിസ്റ്റേക്സുകൾ കുറയ്ക്കാനും പേഷ്യൻ്റ് സേഫ്റ്റി ആയിട്ട് ചെയ്യാനും കോൺഫിഡൻ്റ് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. ഓക്കെ, താങ്ക് യു.